ചെറു ടെറസിലെ ചീര. ചെറു ടെറസിലെ ചെറിയൊരു തോട്ടം, സ്നേഹത്തോടെ നട്ട ചുവന്ന ചീര. മഴത്തുള്ളിയും സൂര്യപ്രകാശവും ചേർന്ന് ദിവസം തോറും അത് വളർന്നു. വിപണിയിൽ എല്ലാവരും പച്ചക്കറി വാങ്ങാൻ തിരക്കിൽ. എന്നാൽ എൻ്റെ ചെറിയ തോട്ടം നൽകി പ്രകൃതിയുടെ സമ്മാനം. കൈ നിറയെ സന്തോഷം, ഒരു മുറം നിറയെ ചീരയും. സ്വന്തം കൈകളാൽ വളർത്തിയത് സ്വാദും സന്തോഷവും ഇരട്ടിയായി. കവിത ചൊല്ലാനൊന്നും എനിക്ക് മിടുക്കില്ലെങ്കിലും കൃഷി ചെയ്യാൻ നല്ല മിടുക്കുണ്ട്. ആ മിടുക്കിൽ ഉണ്ടായതാണ് ഈ ചീരകൾ. ഈ ചീരകൾ മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുഞ്ഞിലേ ഇത് പറിക്കണോ, കുറച്ചുകൂടെ വലുതാവൂലേ എന്ന്. കറക്റ്റ് സമയത്ത് എനിക്ക് പറിച്ചു നടാൻ സ്ഥലമില്ലാതെ ഇരുന്നത് കൊണ്ടും ഞാൻ ഇതിനെ ഓൾറെഡി വേറൊരു തണലായിട്ടുള്ള ഭാഗത്തോട്ട് മാറ്റി നട്ട് അതിന് സൂര്യപ്രകാശമായിരുന്നല്ലോ വേണ്ടിയിരുന്നത്. അങ്ങനെ കുറച്ച് എക്സ്പെരിമെൻ്റൽസ് കഴിഞ്ഞിട്ടാണ് ഞാനിതിനെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് വെച്ചത്. അത് പ്രോപ്പർ ടൈമിലല്ലായിരുന്നു. അതുകൊണ്ടാണ് വളർച്ച മുരടിച്ച് പോയത്. ഇതെല്ലാം നല്ല പ്രായമുള്ള ആൾക്കാരാണ് ഈ ചീര. അപ്പോൾ മുറ്റാനും തുടങ്ങി, അതുപോലെ തന്നെ അതിൽ സീഡ്സ് വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് എല്ലാം മുറിച്ച് മാറ്റുന്നത്. എല്ലാം മുറിച്ച് മാറ്റിയാലും മാറ്റിയിട്ട് നമുക്ക് പുതിയ വിത്ത് കറക്റ്റ് സമയത്ത് മുളപൊട്ടി വരുമ്പോൾ കറക്റ്റ് സമയത്ത് അത് നമുക്ക് മാറ്റി നടാം. അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പറിച്ചെടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു മുറം ചീര എനിക്ക് കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മുറം ചീര കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസവും സന്തോഷമായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു ഹാപ്പിനെസ് ആണല്ലോ കുറച്ച് നാൾ കൊണ്ട് ടെറസിലുണ്ടാക്കിയെടുത്തതെന്ന് ആലോചിച്ച് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ പ്രൗഡ് ആയിട്ട് ഫീൽ ചെയ്ത് കുറച്ച് നേരം എഴുന്നേറ്റിരിക്കാനൊക്കെ തോന്നി. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പയറും ഇങ്ങനെ കിഴുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിഴുക്കിയല്ല, ആക്ച്വലി അത് പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പയറും കിട്ടിയേനെ. പക്ഷേ ഒരുപാട് ഉറുമ്പെൻ്റെ പയർ ചെടീനെ അറ്റാക്ക് ചെയ്തിട്ട് ഞാൻ ഒരാഴ്ച ഇല്ലായിരുന്നു. അപ്പോൾ മരുന്നടിക്കാനും കെയർ ചെയ്യാനും പറ്റാതെ വെള്ളം മാത്രം ഒഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം കുറേ പയർ എനിക്ക് വിത്താക്കേണ്ടി വന്നു. കാര്യം എല്ലാം വാടിപ്പോയി. ഇതുപോലെ തണ്ട് തുരന്ന് അതെന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു ഉറുമ്പിനെ കൊന്നതിന് ശേഷം വീണ്ടും പഴയതുപോലെ എൻ്റെ പയർ ചെടി സുഖമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിറയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ.